الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷറഫുൽ ഇൽം ബിഷറഫിൽ മാലൂം. അറിവിൻ്റെ മഹത്വം അറിയപ്പെടുന്നതിൻ്റെ മഹത്വത്തെ മാനദണ്ഡമാക്കിയാണ്. അങ്ങനെയെങ്കിൽ ഫൽ ഇൽമു അനിൽ ഖാലിഖിൽ ബാരി അഷ്റഫുൽ മഅലൂമാത്ത്. ഈ ലോകത്ത് ഏറ്റവും മഹത്വപൂർണനായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. അവനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. മനുഷ്യ മസ്തിഷ്കങ്ങളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ ചവച്ചു തുപ്പിയ പാഠപുസ്തകങ്ങളെ കാണാതെ പഠിക്കുകയും അതിൽ ബിരുദവും ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകളും നേടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ പടച്ചു പോറ്റുന്ന സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ് എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് അറിയും തോറും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുവാനുള്ള മനസ്സ് രൂപപ്പെടുകയും ചെയ്യുമെന്നതാണ് നമ്മുടെ നാഥനെക്കുറിച്ചുള്ള അറിവ് നമ്മെ എത്തിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന് മഹത്വപൂർണമായ ഒരു നാമമുണ്ട്. ഇദാ ദുഇയ ബിഹി അജാബ, ആ പേര് വിളിച്ച് അള്ളാഹുവിനോട് എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുന്നതാണ്. വഇദാ സുഇല ബിഹി അഅ്ത, ആ പേര് വിളിച്ച് പടച്ച റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു നൽകുന്നതാണ്. ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന, പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന മഹത്വപൂർണമായ ആ നാമം ഏതാണ്? അത് ഇന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തിയില്ല. ലൈലത്തുൽ ഖദ്ർ മറച്ചു വെച്ചതുപോലെ, സ്വലാത്തുൽ വുസ്ത ഒളിപ്പിച്ചു വെച്ചതുപോലെ അടിമകളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മഹത്വപൂർണമായ ആ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ വെളിപ്പെടുത്തിയില്ല. മറിച്ച് ചില സൂചനകൾ നൽകി. ഫി സുവരിൻ സലാത്ത്, 3 സൂറത്തുകളിൽ ആ പേരുണ്ട്, ആ പേര് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറ,
വസൂറത്തു ആലി ഇമ്രാൻ, വസൂറത്തു ത്വഹ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി അൽ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുകയാണ്, ഫൽ തമസ്തുഹ, ഞാൻ ആ സൂറത്തിൽ ഈ 3 സൂറകളിലും അള്ളാഹുവിൻ്റെ ആ പേര് തെരഞ്ഞു നോക്കി. ഫകഅന്നി വജത്തുഹ, ഞാനത് കണ്ടെത്തിയത് സൂറത്തുൽ ബഖറയിലെ ഏറ്റവും മഹത്വപൂർണമായ വചനം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തു ആലി ഇമ്രാനിൻ്റെ 2ാമത്തെ വചനം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തു ത്വഹയുടെ 8ാമത്തെ വചനവും 11ാമത്തെ വചനവും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ 3 സൂറകളിലും ആവർത്തിച്ചു വന്ന അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തപ്പെട്ട അള്ളാഹ് എന്ന നാമമാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അൽ അഹദു സ്വമദാണ് എന്ന് പറഞ്ഞവരുണ്ട്, അൽ ഹയ്യുൽ ഖയ്യൂമാണെന്ന് പറഞ്ഞവരുണ്ട്, അർ റഹ്മാനുർ റഹീമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ, മഹത്വത്തിൻ്റെ, ജലാലത്തിൻ്റെയും കമാലത്തിൻ്റെയും ആ പേര് അള്ളാഹ് എന്ന നാമമാണ് എന്നതാണ്. മറ്റെല്ലാ നാമങ്ങളെയും ആ പേരിലേക്കാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട്. ആ നല്ല നാമങ്ങൾ തനിക്കുണ്ട് എന്ന് പറയാൻ പരിചയപ്പെടുത്തിയ നാമം അള്ളാഹ് എന്ന നാമമാണ്. മഹാനായ മൂസ പ്രവാചകൻ തൂരിസീന പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തു കൂടി സഞ്ചരിക്കവേ സിനാ പർവ്വതത്തിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു വിളിയാളം, യാ മൂസ ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ, പരിശുദ്ധമായ തുവ താഴ്വരയിലേക്ക് കടന്നു വരിക, പാദരക്ഷകൾ അഴിച്ചു വെക്കുക, ഞാൻ തരുന്ന വഹയിന് വേണ്ടി കാതോർക്കുക. ഇന്നനീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാത്ത ഒരു ഇലാഹ് നിനക്കില്ല. അള്ളാഹു അവിടെ മൂസ പ്രവാചകനെ പരിചയപ്പെടുത്തിയ വിളിപ്പേര് തൻ്റെ നാമമായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹ് എന്ന നാമമാണ്. അള്ളാഹുവിനെ അടുത്തറിയുമ്പോൾ, അള്ളാഹുവിനെ പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു സമുദായത്തിൻ്റെ അപജയമെന്ന് പറഞ്ഞാൽ താൻ വിളിക്കുന്ന ആ ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ തേട്ടമോ, അതിൻ്റെ ബറക്കത്തോ, അതിൻ്റെ പൊരുളോ, അതിൻ്റെ ആശയമോ, അതിൻ്റെ മഹത്വമോ അറിയാത്തവരാണ് പലപ്പോഴും നമ്മിൽ പലരും. അള്ളാഹ് എന്ന നാമത്തിൻ്റെ തേട്ടം എന്താണ്? അള്ളാഹ് എന്ന നാമത്തിൻ്റെ ബറക്കത്ത് എന്താണ്? അള്ളാഹുവേ സുബ്ഹാനക അല്ലാഹുമ്മ വതബാറക ഇസ്മുക്, അള്ളാഹ് നിന്റെ നാമങ്ങൾ അനുഗ്രഹപൂരിതമാണ്. പടച്ച റബ്ബിൻ്റെ പേരിന് ബറക്കത്തുണ്ട്. അസ്തിത്വത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ പേരിന് ബറക്കത്തുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് എന്ന നാമത്തെ പരിചയപ്പെടാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രമാണങ്ങളെ, ചില ആശ്രയ വചനങ്ങളെ നമുക്ക് മുന്നിൽ വെക്കുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടും. ഭാര്യമാരെയും സന്താനങ്ങളെയും കൂട്ടുകുടുംബത്തെയും വിളിച്ചു ചേർത്ത് അവരോട് പറയും, ഇത് അന്ന നബിയ യജ്മഉ അഹ്ല ബൈതിഹി ഇദാ അസ്വാബകും ഹമ്മുൻ വഗമ്മുൻ വകർബുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാൽ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിഷമമുണ്ടായാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഇലാഹ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അവനിൽ ഞാൻ മറ്റൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ വഴിമാറും, നിങ്ങളുടെ ദുരിതങ്ങൾ നീങ്ങും, നിങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ടും. എന്തുകൊണ്ടാണ് നേർക്ക് നേരെ ഒരു പ്രാർത്ഥന പോലും ഇല്ലാത്ത ആ ഒരു ദിക്ർ ഒരു മനുഷ്യൻ്റെ ദുരിതങ്ങൾക്ക് പരിഹാരമായത്? ആ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 വട്ടം അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ പറയപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യരുടെ ദുരിതം നീങ്ങുവാൻ പര്യാപ്തമായി ആ ദിക്ർ പരിഗണിക്കപ്പെട്ടത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന നാമം ഹുവൽ ഇസ്മുല്ലദീ തുസ്തൻസലു ബിഹിൽ ബറകാത്ത് വതുക്ശഫു ബിഹിൽ ഖുർബാത്ത്, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുന്ന ദുരിതങ്ങളെ നീങ്ങിക്കിട്ടുന്ന അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മാണ് അല്ലാഹ് എന്ന നാമം. മനുഷ്യൻ്റെ ടെൻഷനുകൾ വഴിമാറിപ്പോവണമെങ്കിൽ നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്ക്. മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളിൽ പരിഹാരം തേടുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട്
പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. 2062 വട്ടമാണ് അല്ലാഹ് എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. 33 വചനങ്ങൾ അല്ലാഹ് എന്ന നാമം കൊണ്ട് തുടങ്ങുന്നതാണ്. അല്ലാഹ് എന്ന നാമം മാത്രം പരാമർശിക്കപ്പെട്ട എല്ലാ വചനങ്ങളിലും കൊണ്ടുവരപ്പെട്ട നാമം അല്ലാഹ് എന്ന് വിളിക്കപ്പെട്ട ആയ സൂറത്തുകളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന നാമത്തിൻ്റെ പ്രത്യേകത, ആ നാമം ഉരുവിടുന്ന അടിമക്ക് അവൻ്റെ ജീവിതത്തിൽ ദുരിതം നീങ്ങിക്കിട്ടുമെന്നുള്ളതാണ്. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയെ തന്നിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അലാ ഉഅല്ലിമുകി ബികലിമാത്തിൻ, അസ്മാ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരട്ടെ. തഖൂലിനഹിന്ന ഇൻദൽ കറബ്, നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ പെയ്തിറങ്ങുമ്പോൾ നീ ആ കലിമാത്തുകൾ പറഞ്ഞാൽ മതി. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ, അല്ലാഹുവിൻ്റെ നാമത്തെ 2 വട്ടം ആവർത്തിച്ചുകൊണ്ട് നീ അത് ഉരുവിട്ടാൽ നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടുമെന്നാണ്. അന്ന നബിയ ഇദാ റഅഹു ഷൈ, എന്തെങ്കിലും ക്ലേശകരമായ ദൗത്യത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതിരുമ്പോൾ, ഒരു ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ, ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ഒരു ചലഞ്ചസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അവൻ്റെ മുന്നിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും അവന് എളുപ്പമാവുകയും അവൻ്റെ വഴികളെ സുതാര്യമാവുകയും ചെയ്യുന്നു എന്നതാണ് അല്ലാഹ് എന്ന നാമത്തിൻ്റെ തേട്ടമെന്ന് ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട പടച്ച റബ്ബിൻ്റെ നാമമാണ് അല്ലാഹ് എന്ന നാമം. മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ലാ അല്ലാഹ് എന്ന നാമത്തെ പ്രാമാണികമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഫമാ ദുക്കിറ ഹാദൽ ഇസ്മു ഫീ ഖലീലിൻ ഇല്ലാ കസറ, ഏതൊരടിമയാണോ തൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹ് എന്ന നാമത്തെ ചേർത്ത് വെക്കുന്നത്, അവനെ കുറവുകളിൽ അത് വർധനവായി മാറുമെന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്ത് കുറവാണ്, സമയം കുറവാണ്, ആയുസ് കുറവാണ്, ആരോഗ്യം കുറവാണ്. ഈ കുറവിൽ ഒരു അടിമ അല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാമത്തിൻ്റെ പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അവന് വർധനവ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്നതാണ്. കാരണം അല്ലാഹ് എന്ന നാമത്തിന് ബറക്കത്തുണ്ട്. എന്താണ് അതിൻ്റെ ബറക്കത്ത്? അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോഴും വുളുവെടുക്കുമ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമം ഉരുവിട്ടാൽ തുസ്തൻസലു ബിഹിൽ ബറകാത്ത്, ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അല്ലാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാത്രി സമയത്ത് അവസാനമായി ബിസ്മില്ലാ എന്ന് ഉരുവിട്ടുകൊണ്ട് ആരാണോ വാതിലടക്കുന്നത്, പിശാച് അവനിൽ നിന്ന് ഓടിയകലുകയും നിരാശപ്പെട്ട് പിന്മാറുകയും ചെയ്യുന്ന പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹ് എന്ന നാമം മനുഷ്യന് സുരക്ഷയെ പരിഗണിച്ച് നൽകുന്നു, അവന് സുരക്ഷയെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന പ്രവാചകന്റെ അധ്യാപനത്തെ നമുക്ക് കാണാം. ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, അവൻ്റെ ജീവിതത്തിലേക്ക് സുരക്ഷയെ നേടിത്തരുന്ന നാമമാണ് അല്ലാഹ് എന്ന നാമം. വലാ ഇൻദ ഖൗഫിൻ, ഭയന്ന് വിറക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. വന്യമൃഗങ്ങളുടെയും ഹിംസ്ര ജന്തുക്കളുടെയും മുന്നിൽ അകപ്പെട്ട് ജീവൻ അപകടത്തിലാകുന്ന നിമിഷങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളിലും ഭയന്ന് വിറക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയേക്കാം. മറ്റേതെങ്കിലും ഭയപ്പാടിൻ്റെ നിമിഷത്തിൽ ഒരടിമ അല്ലാഹ് എന്ന് മനസ്സ് പൊട്ടി വിളിച്ചാൽ ഇല്ല അസാലഹു, ആ ഭയത്തെ പടച്ച റബ്ബ് അവന് നീക്കി നൽകുന്നതാണ്. വലാ ഇൻദ കറബിൻ, ദുരിതം ബാധിക്കുന്ന സമയത്ത്, ദുരിതങ്ങൾ പെയ്തിറങ്ങുമ്പോൾ എത്രയെത്ര ദുരിതങ്ങളാണ് മാറാ രോഗങ്ങളായി, പട്ടിണിയായി, പരിവട്ടമായി, ജീവൽ പ്രതിസന്ധികളായി നമ്മെ തേടി വരുന്നത്. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ് പലപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. അത്തരം പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ മനസ്സ് പൊട്ടി അല്ലാഹ് എന്ന് വിളിക്കുന്ന അടിമക്ക് ഇല്ലാ കശഫഹു, ആ ദുരിതത്തെ അല്ലാഹു നീക്കി നൽകുന്നതാണ്. വലാ ഇൻദ ഹമ്മിൻ വലാ ഇൻദ ഹമ്മിൻ, ഒരു മനുഷ്യൻ ടെൻഷൻ അടിക്കുമ്പോൾ, പിരിമുറുക്കങ്ങൾ അനുഭവിക്കുമ്പോൾ, തിന്മകളുടെ ലോകത്തേക്ക് എടുത്തെറിയപ്പെടുന്നതിന് പകരം പുകവലിച്ചും ലഹരി ഉപയോഗിച്ചും തൻ്റെ ടെൻഷന് പരിഹാരം തേടുന്നതിന് പകരം ഇനി ഒരു രക്ഷയുമില്ലെന്ന് കരുതി ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതിന് പകരം, നാടുവിട്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ആ മനുഷ്യൻ അല്ലാഹ് എന്ന് വിളിച്ചാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ഫറജ, ടെൻഷനുകളെയും പിരിമുറുക്കങ്ങളെയും നീക്കിക്കൊടുത്ത് ആശ്വാസത്തെ തിരിച്ചു നൽകുന്നതാണ് എന്നത് അല്ലാഹ് എന്ന നാമത്തിൻ്റെ പ്രത്യേകതയാണ്. വലാ ഇൻദ ലീഖിൻ, ഞെരിപ്പോടുകളിലും കുടുസതകളിലും പെട്ട് ഉഴറുമ്പോൾ, ഇല്ലായ്മയും വല്ലായ്മയും വേട്ടയാടുമ്പോൾ ഒരു മനുഷ്യൻ വിളിക്കേണ്ട, ആശ്രയിക്കേണ്ട നാമം അല്ലാഹ് എന്ന നാമമാണ്. അങ്ങനെ വിളിച്ചാൽ ഇല്ലാ വസ്അ, അല്ലാഹു അയാൾക്ക് വിശാലത നൽകുന്നതാണ്. വലാ തഅല്ലഖ ബിഹി ളഈഫ്, ഒരു ദുർബലൻ അല്ലാഹ് എന്ന നാമവുമായി ബന്ധപ്പെട്ട് ആ ദൗർബല്യത്തിൽ അത് വിളിച്ചാൽ ഇല്ലാ അഫാദഹു ബിഖുവ, ദൗർബല്യത്തിൽ താങ്ങായി കരുത്തായി അവൻ്റെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്നാണ്. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ അടിച്ചമർത്തുമ്പോഴും, കൊലക്കത്തിക്ക് ഇരയാകുന്നത് നേർക്ക് നേരെ കാണേണ്ടി വരുമ്പോഴും, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് നടുവിൽ ഒരു ജീവിതം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും, മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയാണ് അവൻ ദൗർബല്യം അനുഭവിക്കുന്നത്, ആ ദൗർബല്യത്തിന് അവനൊരു പിടിവള്ളിയുണ്ട്. ആ പിടിവള്ളിയാണ് അല്ലാഹ് എന്ന നാമം. മനസ്സറിഞ്ഞ് അല്ലാഹ് എന്ന് വിളിച്ചാൽ ഇല്ല അഫാദഹു ബിഖുവ, കരുത്തുനിന്ന് തിരിച്ചു നൽകിക്കൊണ്ട് അല്ലാഹു അയാളെ സഹായിക്കുന്നതാണ്. വലാ ദലീലുൻ, ഒരു അപമാനിതൻ, ജീവിതത്തിലെ ചില യാഥാർത്ഥ്യമാണ് മാനം കെട്ടു പോവുക, അപമാനം സഹിക്കേണ്ടി വരിക, പതിത്വവും നിന്ദതയും അനുഭവിക്കുക എന്ന് പറയുന്നത്. ഒരു പെണ്ണ് കേസിൽപ്പെട്ടവൻ കുടുംബത്തിൻ്റെ മുന്നിൽ അപമാനിതനാണ്. ഒരു കൊലപാതകത്തിൻ്റെ കേസിൽപ്പെട്ട് പോലീസ് കൊണ്ടുപോയവൻ അപമാനിതനാണ്. ജീവിതത്തിൽ തിന്മകൾ, അപമാനങ്ങളെ വരുത്തി വെക്കുമ്പോൾ മുഖം നഷ്ടപ്പെട്ട്, അന്തസ് നഷ്ടപ്പെട്ട്, മക്കളുടെ മുന്നിൽ പോലും തല ഉയർത്തി നടക്കാൻ കഴിയാതെ ജീവിക്കേണ്ട ഗതികേടുകളിലൂടെ പരീക്ഷിക്കപ്പെടുമ്പോൾ നാടുവിടുകയോ കൂടുതൽ തിന്മകളിലേക്ക് ആപതിക്കുകയോ മറ്റുള്ളവരുടെ വെല്ലുവിളിച്ച്, ഇസ്ലാമിനെ വെല്ലുവിളിച്ച് നടക്കുകയോ ചെയ്യുന്നതിന് പകരം പടച്ച റബ്ബിൻ്റെ വീട്ടിലെത്തി ഹൃദയത്തിൻ്റെ തന്തുവറിഞ്ഞ് നെഞ്ചുപൊട്ടി പടച്ചവനെ അല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല അനാലഹുൽ ഇസ്സ്, നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചു നൽകി ആളുകൾക്കിടയിൽ സ്വീകാര്യതയും നിലയും വിലയും നൽകുന്നവൻ അല്ലാഹുവാണ്. അവനാണ് അന്തസ്സൂരുന്നവൻ, അവനാണ് അന്തസ് നൽകുന്നവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചാൽ മനസ്സിൻ്റെ വേദനകൾക്ക് പടച്ച റബ്ബ് പരിഹാരമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു നൽകുകയാണ്. വലാ ഫഖീറുൻ, ഒരു ദരിദ്രൻ, ഇല്ലാ അസാറഹു ഗിന, ദാരിദ്ര്യത്തിൽ അയാൾ അല്ലാഹ് എന്ന് വിളിച്ചാൽ അയാൾക്ക് സമ്പന്നതയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധിയും തിരിച്ചു നൽകുന്നതാണ് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, പട്ടിണി, പരിവട്ടം, ഇല്ലായ്മ, സമ്പാദ്യം കുറഞ്ഞു പോവുക, ഒരു ബിസിനസ് തുടങ്ങി മുളയിലെ പൊട്ടിപ്പോയി, തളർന്നുപോയി, ലക്ഷങ്ങളും പതിനായിരങ്ങളും കോടികളും ചിലവഴിച്ചു, തളർന്നു പരവശനായി കടക്കണിയിൽപ്പെട്ടു, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈനീട്ടി യാചിക്കേണ്ട ഗതികേടുകളിലേക്ക് വന്നു. സ്വന്തം മോളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആരാൻ്റെ വീട്ടുപടിക്കൽ കൈനീട്ടേണ്ട ദുർബലതയിൽ ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ഉഴറുമ്പോൾ, അന്തസ് നഷ്ടപ്പെടുമ്പോൾ, അഭിമാനം തകർന്നു പോകുമ്പോൾ അല്ലാഹ് എന്ന് മനസ്സ് തുറന്നു വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല അസാറഹു ഗിന, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി ആ മനുഷ്യനെ സഹായിക്കുകയും അവൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നതാണ്. വലാ മുസ്തൗഹിഷുൻ, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്, ഒരു കുടുംബം ഒന്നടങ്കം ഒരു ദുരിതത്തിൽ തളർന്നു പോവുകയും തകർന്നു പോവുകയും ചെയ്യുകയാണ്. എല്ലാവരും ഒരുമിച്ച് മരിച്ചു, ഒരാൾ മാത്രം ബാക്കിയായി. ഒരു ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ വാപ്പ സ്വത്ത് നിഷേധിച്ചു, വീട്ടിൽ നിന്നും പടിയിറക്കി. ആരുമില്ലാതെ ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവന് തണലായി, തുണയായി, തണയായി അവനെ പടച്ചു പോറ്റുന്ന അല്ലാഹു ഉണ്ട് എന്ന് ജീവിതത്തിൻ്റെ പച്ചയായ പരീക്ഷണങ്ങളിൽ അവനൊരു സുരക്ഷയെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലാ മഗ്ലൂബുൻ, അടിച്ചമർത്തപ്പെടുന്നവർ, മറ്റുള്ളവരുടെ പീഡനങ്ങൾക്ക് ഇരയായി ജീവിക്കുന്നവർ, അത് ഒരു ഭരണാധികാരിയുടെ പീഡനത്തിൽ ജീവിക്കുന്ന ഭരണീയരാവാം, ആ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരാവാം. ജീവിതത്തിൻ്റെ ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും അടിച്ചമർത്തപ്പെടുമ്പോൾ, അവർ കൊലപാതകത്തിന് ഇരയാകുമ്പോൾ, വംശീയ ഉന്മൂലനത്തിൻ്റെ ഇരകളായി മാറുമ്പോൾ, ആ അതിജീവനത്തിൻ്റെ ഒരു നാമം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അല്ലാഹ് എന്ന നാമമാണ്. വലാ മഗ്ലൂബുൻ, അടിച്ചമർത്തപ്പെടുമ്പോൾ അല്ലാഹ് എന്ന് വിളിച്ചാൽ ഇല്ല അയ്യദഹു വനസറഹു, അവർക്ക് കരുത്തു പകരാനും അവരെ സഹായിക്കാനും അല്ലാഹു ഉണ്ട്. ഇവിടെ ഒരു മുതലാളിയുടെ കീഴിൽ വിഷമിച്ച് ജീവിക്കേണ്ടി വരുന്ന അടിച്ചമർത്തപ്പെടുന്നവനാവട്ടെ, ഒരു ഭർത്താവിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടുന്ന കരയാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജീവിതങ്ങളാവട്ടെ, ആരെയാണോ ഉപദ്രവിക്കുന്നത്,
ഉപദ്രവിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്നവർക്ക് തണലായി അള്ളാഹു ഉണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. വേദനയിൽ മനസ്സ് വെമ്പുമ്പോൾ, മനസ്സ് പുളയുമ്പോൾ അല്ലാ എന്ന് വിളിച്ച് ആ ആശ്രയത്തിൻ്റെ നാമം വിളിച്ചാൽ ആ നാമത്തിൻ്റെ പ്രത്യേകത തുക്ഷിഫു ബിഹിൽ കുർബാത്ത്, ദുരിതങ്ങളെ നീക്കിത്തരുന്നു എന്നുള്ളതാണ്. വലാ ശരീദുൻ, ഒരു വഴിയറിയാതെ ഉഴറുന്നവൻ, വഴിയറിയാത്ത ഘട്ടങ്ങളിൽ അല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ആവാഹു, അയാൾക്ക് ആശ്രയം നൽകുന്നതാണ്. വലാ മുളുത്തറുൻ, ഒരു ദുരിതബാധിതൻ ദുരിതത്തിൽപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ, അത് പുഴയിൽ മുങ്ങിത്താഴുമ്പോഴാവട്ടെ, അത് വാഹനത്തിൻ്റെ നിരത്തിൽ ഒറ്റപ്പെടുമ്പോഴാവട്ടെ, വലിയ വലിയ അപകടങ്ങളെ മുഖാമുഖം കാണുമ്പോഴാവട്ടെ, ഒരു മനുഷ്യൻ ദുരിതബാധിതനാകുന്ന ഘട്ടത്തിൽ അല്ലാ എന്ന് മനസ്സ് പൊട്ടി വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കശഫ ദുർറഹു, ആ ദുരിതത്തിൽ നിന്ന് ആ മനുഷ്യനെ കരകയറ്റുന്നതാണ് എന്നതാണ്. ഇവിടെ നാം പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതേത് സാഹചര്യങ്ങളിലും നമുക്കൊരു നാഥനുണ്ട്, നമുക്കൊരു അല്ലാഹു ഉണ്ട്. ആ അല്ലാഹുവിനെ ആശ്രയിക്കുകയും അല്ലാഹുവിനെ വിളിക്കുകയും ചെയ്താൽ ഹുവൽ ഇസ്മുല്ലദീ തുസ്തൻസലു ബിഹിൽ ബറകാത്ത്, ബറക്കത്ത് വേണോ നിങ്ങൾക്കത് പെയ്തിറങ്ങും. വതുക്ഷിഫു ബിഹിൽ കുർബാത്ത്, ദുരിതങ്ങൾ നീങ്ങിക്കിട്ടണോ അത് നിങ്ങൾക്കായി ആ ദുരിതങ്ങളെ അല്ലാഹു നീക്കിത്തരും. വതസ്തദ്ഫഉ ബിഹിൽ സയ്യിആത്ത്, തിന്മകൾ പ്രതിസന്ധിയാണോ ആ തിന്മകൾ നീങ്ങിപ്പോകും. വതസ്തജ്ലു ബിഹിൽ ഹസനാത്ത്, നന്മകൾക്ക് ഓരം ചേർന്ന് നിൽക്കണോ അല്ലാ എന്ന് പഠിക്കുകയും അല്ലാ എന്ന് വിളിക്കുകയും ചെയ്യുന്നവരായാൽ നന്മയുടെ നറുമണം പരക്കുന്ന ജീവിതമായി നിങ്ങളുടെ ജീവിതം വഴിമാറുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന അള്ളാഹുവിൻ്റെ കമാലത്തിൻ്റെയും ജലാലത്തിൻ്റെയും ഇസ്മാണ് അല്ലാ എന്ന നാമം എന്ന് നാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പടച്ച റബ്ബ് എല്ലാ അദ്കാറുകളിലും തൻ്റെ ജലാലത്തിൻ്റെ ആ ഒരു ഇസ്മ പരിചയപ്പെടുത്തിയതും പരിഗണിച്ചതും. തക്ബീറിൽ അല്ലാഹു അക്ബർ എന്നാണ്, തസ്ബീഹിൽ സുബ്ഹാനല്ലാ എന്നാണ്, തഹ്മീദിൽ അൽഹംദുലില്ലാ എന്നാണ്, ഹസ്ബലത്തിൽ ഹസ്ബി അല്ലാ എന്നാണ്, ഹൗഖലത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്, ബസ്മലത്തിൽ ബിസ്മില്ലാ എന്നാണ്, തഅവുദിൽ അഊദു ബില്ലാ എന്നാണ്. നമസ്കാരത്തിലെ ഓരോ അംഗചലനങ്ങളിലും വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ, എന്നെ വാഴ്ത്താൻ, എൻ്റെ നാമം ഉരുവിടാൻ നീ ഓരോ അംഗചലനങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞിടത്തും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എല്ലാ അംഗചലനങ്ങളിലും പടച്ച റബ്ബ് സ്വീകരിച്ചത് അല്ലാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മിനെയാണ്. വിശ്വാസികളുടെ അധരങ്ങൾ പ്രാർത്ഥനാഭാവത്തോടുകൂടിയല്ലാതെ ഈ നാമം ഉരുവിടാൻ പാടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അകമ്പൊരുൾ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലാ എന്ന നാമം മറ്റുള്ള ആളുകൾക്ക് ആശ്രയമായി അല്ലാഹു പരിഗണിച്ചത്. ലാ ഇലാഹ, ലോകത്തിലെ മുഴുവൻ ഇലാഹുകളെയും ഡിസ്ക്വാളിഫൈ ചെയ്ത് പ്രഖ്യാപിച്ചു. വിസർജിക്കുന്നതിനെ ആരാധിക്കുന്ന, പുഴുവരിക്കുന്നതിനെ ആരാധിക്കുന്ന, മരിച്ചു വീഴുന്നതിനെ ആരാധിക്കുന്ന, ജീവനില്ലാത്തതിനെ ആരാധിക്കുന്ന, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ ആരാധിക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന, പടപ്പുകളെ ആരാധിക്കുന്ന, സൃഷ്ടിക്കാൻ കഴിവില്ലാത്തതിനെ ആരാധിക്കുന്നവരുടെ മുമ്പിലാണ് പടച്ചു പോറ്റുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ള അല്ലാ എന്ന നാമത്തെ സ്വർഗത്തിൻ്റെ താക്കോലായി പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അല്ലാ എന്ന ഈ നാമത്തിൻ്റെ സ്ഥാനത്താണ് പൗരോഹിത്യം ജാറങ്ങളെ പ്രതിഷ്ഠിച്ചത്, മഖബറകളെയും ദർഗകളെയും പ്രതിഷ്ഠിച്ചത്, ഉറുക്കും ഐക്കല്ലും ഏലസുകളെയും പ്രതിഷ്ഠിച്ചത്. ആധ്യാത്മികതയും ദൈവികതയും വകവെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള തങ്ങന്മാർക്കും ബീവിമാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാം, ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിത്തരാൻ അവർ മതി എന്ന് പഠിപ്പിക്കപ്പെട്ടത് അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ സ്ഥാനത്ത് പടപ്പുകളെ പ്രതിഷ്ഠിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതേത് സാഹചര്യത്തിലും അല്ലാ എന്ന ഈ നാമത്തെ അടുത്തറിയുകയും വിളിക്കുകയും നെഞ്ചുപൊട്ടുകയും അങ്ങനെ പറയുകയും ചെയ്താൽ അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. ഇന്ന വഅദ റബ്ബിക ഹഖ്, നിന്റെ റബ്ബ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അവനെ സ്നേഹിക്കാനും എല്ലാം അവനിൽ ഭരമേൽപ്പിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി നമ്മുടെ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടാനും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങാനും ആശ്രയിക്കാവുന്ന നാമമായി പരിഗണിച്ച് അല്ലാഹുവിനെ വിളിക്കാനുള്ള തൗഫീഖേകി നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد നബിയിന സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നവനാണ്, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനാണ്. ദുനിയാവ് താൽക്കാലികമാണ്, ആഖിറത്താണ് ശാശ്വതം. വലില്ലാഖിറത്തു ഖൈറും വ അബ്ഖാ, നിങ്ങൾക്ക് എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമവുമായിട്ടുള്ളത് പരലോകമാണ്. അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഒരിക്കലും മരിക്കാത്ത ലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ സ്വരുക്കൂട്ടുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീനോ അതല്ലെങ്കിൽ മൈക്കിൾ ഫാരഡേയോ വലിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ വിസ്മയിച്ച അപ്പുറത്ത് താൻ മരിക്കുമെന്നും മരിച്ചതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും മനസ്സിലാക്കി അങ്ങോട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമ്മളോട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ നിരവധി പാപങ്ങൾ ചെറുതും വലുതുമായി രാവും പകലും ചെയ്തു കൂട്ടുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളോട് പൊറുക്കണമേ അല്ലാ, ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും മാപ്പ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, പലവിധ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ അല്ലാ. അള്ളാഹുവെ, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിലും ഞങ്ങളുടെ ജോലിയിലും കൂലിയിലും നിന്റെ അനുഗ്രഹവും ബർക്കത്തും റഹ്മത്തും നീ വർഷിക്കണമേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ മറക്കാൻ ഒരു പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇഷ്ടഭാജനങ്ങൾ, കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കൾ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കിനി ക്ഷമയും സഹനവും പ്രദാനം ചെയ്യണമേ അല്ലാ. പലസ്തീനിലും സുഡാനിലും ഇന്ത്യയിലുമടക്കം ഉപദ്രവിക്കപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട്. പടച്ചവനെ, ആകാശ ലോകത്തു നിന്നുള്ള നിൻ്റെ സഹായം അവർക്ക് നീ ഇറക്കി കൊടുക്കണമേ അല്ലാ. അവരെ ഉപദ്രവിക്കുന്നവരുടെ സകല ഉപദ്രവങ്ങളെയും നീ തടുത്തു നിർത്തണമേ അല്ലാ. അവർ തൊടുത്തുവിടുന്ന ആയുധങ്ങളെ അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമേ അല്ലാ. അള്ളാഹുവെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ സ്വർഗപുങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആദർശ ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.